ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചുനിന്ന് ശിർക്കിന്റെ നേരിയ ഒരംശം പോലും കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തഖീങ്ങളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതീക്ഷിച്ചതിലും അല്പം സമയം വൈകി എല്ലാവരും ക്ഷമിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സംവിധാനവും യാത്രാ സൗകര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയാം. ഞാനൊരു യാത്രാ മധ്യേയാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ആവശ്യം അവിടെയുള്ള ചില പ്രവർത്തകന്മാർ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ രാമനാട്ടിലേക്ക് സമീപം നമ്മൾ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ സൗകര്യം ഏർപ്പെടുത്തി അവിടെ കയറിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റവും കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടി അല്പസമയം വൈകിയത്. ക്ഷമിക്കുമല്ലോ. ഏതായിരുന്നാലും 2 ദിവസം മുമ്പ്, അഥവാ മെനഞ്ഞാന്ന് വ്യാഴാഴ്ച, ഇടവണ്ണ പന്നിപ്പാറയിൽ നടന്ന ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിഷയത്തിലൂന്നിയുള്ള ഒരു സംവാദം, അതുമായി ബന്ധപ്പെട്ട് ധാരാളം കുപ്രചാരണങ്ങൾ നടക്കുന്നു. അൽഹംദുലില്ലാഹ്, ഏതായിരുന്നാലും 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ CD പുറത്തിറങ്ങും. ആ CD ഇറങ്ങുന്നത് വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കുപ്രചാരണം മാത്രമാണ് അത് എന്നുള്ളത് ഏതൊരാൾക്കും തീർച്ചയായും ബോധ്യമാകാവുന്ന രൂപത്തിലാണ് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായം ഒന്നുകൊണ്ട് മാത്രം ആ ഒരു സംവാദം നടന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം എനിക്ക് സന്തോഷം നൽകിയ, വളരെയേറെ റാഹത്തുള്ള ഒരു സംവാദമായി അത് റബ്ബ് തആല നമുക്ക് മാറ്റിത്തന്നു. രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5:15 വരെ നീണ്ടുനിന്ന വിശദമായ ഒരു സംവാദം തന്നെയായിരുന്നു അത്. വ്യവസ്ഥകളെല്ലാം ആദ്യമേ തയ്യാറാക്കി വളരെ മാന്യമായി, എന്നാൽ അതേസമയം വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടാൻ അവസരമുണ്ടായ ഒരു സാഹചര്യം കൂടി ആ സംവാദത്തിൽ നമുക്ക് കിട്ടി. സാലിഷ് വാടാനപ്പള്ളിയാണ് മറുഭാഗത്ത് സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. ആ ഒരു സംവാദം ഉണ്ടാവാനുള്ള സാഹചര്യം തന്നെ എറണാകുളം പിച്ച് ഓഫ് ട്രൂത്തിലെ സ്റ്റാഫ് ആയ ആളുകൾ, അവർ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് എന്നോട് വ്യക്തിപരമായി ബന്ധമുള്ള ചില പ്രവർത്തകന്മാർ, അവിടുത്തെ സ്റ്റാഫ്, അവര് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനൊരു അവസരമൊരുക്കാനായി സാലിഷ് വാടാനപ്പള്ളി തയ്യാറാവുകയാണെങ്കിൽ താങ്കൾ അവരുമായി ഇരിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും അങ്ങനെയാണ് അതിനുള്ള അവസരം വന്നത്. അവരെ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, ബഹുമാന്യനായ അക്ബർ സാഹിബിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അവർ പറഞ്ഞിരുന്നു. ആ അനുവാദവും കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ആ ഒരു ചർച്ച നടന്നത്. നിച്ചന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ സംവാദം. രാവിലെ 9:30 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം വരെയുള്ള ആ ഒരു സംവാദത്തിൽ നല്ല വ്യവസ്ഥാപിതമായ ഒരു തീരുമാനങ്ങളോട് കൂടി തന്നെയാണ് അത് നടന്നത്. 40 മിനിറ്റ് വീതം രണ്ടുപേരും ആദ്യം വിഷയം അവതരിപ്പിച്ചു. നറുക്കെടുപ്പിലൂടെ ആദ്യാവസരം എന്റെ സുഹൃത്ത് സാലിഷിനാണ് ലഭിച്ചത്. അദ്ദേഹം ആ 40 മിനിറ്റ് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചുവെങ്കിലും ആ വിഷയാവതരണം ഒരുപാട് അറബി പണ്ഡിതന്മാരുടെ, സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളിൽ ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ ജിന്നോടുള്ള ഏത് ചോദ്യവും ശിർക്ക് തന്നെ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ
40 മിനിറ്റ് സമയത്തെ വിഷയാവതരണം, അത് കഴിഞ്ഞ ശേഷം 40 മിനിറ്റ് എനിക്കും അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു. ആ 40 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഫത്വകളുടെ നിജസ്ഥിതി എന്താണ് എന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശദീകരിക്കുകയും ശേഷം വിശദമായി കാര്യകാരണ ബന്ധവും ഭൗതികവും ഒരു വിളി എപ്പോൾ ദുആ ആകുമെന്നുള്ളതും തുടങ്ങി ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് 40 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു. അതിനുശേഷം 20 മിനിറ്റ് വീതം വീണ്ടും ഈ അവതരിപ്പിച്ച വിഷയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള സംസാരത്തിന് അവസരമുണ്ടായി. അതിലും ആദ്യം അദ്ദേഹം ഖണ്ഡിക്കുകയും ശേഷം അടുത്ത 20 മിനിറ്റ് ഞാൻ ഖണ്ഡിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ചോദ്യോത്തര സെഷനായിരുന്നു. ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 10 മിനിറ്റും എന്ന രൂപത്തിലാണ് ഏർപ്പെടുത്തിയിരുന്നത്. പരമാവധി 4 ചോദ്യങ്ങൾ വരെ ഒരാൾക്ക് ചോദിക്കാമെന്ന വ്യവസ്ഥ പ്രകാരം ആദ്യം അദ്ദേഹം 4 തവണ ചോദ്യം ഉന്നയിച്ചു. അതിന് 10 മിനിറ്റ് വീതം മറുപടി പറഞ്ഞു. ശേഷം ഇവിടുന്ന് അങ്ങോട്ട് 4 തവണയായി ചോദ്യം ഉന്നയിച്ചു. അതിന് 10 മിനിറ്റ് വീതം അദ്ദേഹത്തിന്റെ മറുപടിക്കുള്ള അവസരവും. അതിനുശേഷം സദസ്സിൽ നിന്ന് ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ 2 പേരിൽ ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരല്പസമയം അതിൽ ചോദ്യം ഉന്നയിക്കപ്പെടുകയും ആ ചോദ്യത്തിന് 15 മിനിറ്റ് ഒന്നാമത്തെ ചോദ്യം എന്നോടാണ് വന്നത്. അതിന് 15 മിനിറ്റ് മറുപടി, അതിന് 10 മിനിറ്റ് അദ്ദേഹത്തിന്റെ ഖണ്ഡനം, അതിന് 5 മിനിറ്റ് വീണ്ടും ഖണ്ഡനം. രണ്ടാമത് ചോദ്യം സാലിഷിനോട് വന്നു, അതിന് അദ്ദേഹം 15 മിനിറ്റ് മറുപടി, അതിന് 10 മിനിറ്റ് എന്റെ ഖണ്ഡനം, വീണ്ടും 5 മിനിറ്റ് അദ്ദേഹത്തിന്റെ ഖണ്ഡനം. അടുത്ത ചോദ്യം വീണ്ടും അദ്ദേഹത്തോട് വന്നു, അദ്ദേഹം അതിന് 15 മിനിറ്റ് മറുപടി, 10 മിനിറ്റ് ഖണ്ഡനം, 5 മിനിറ്റ് വീണ്ടും അദ്ദേഹത്തിന്റെ ഖണ്ഡനം എന്ന രൂപത്തിലാണ് ഉണ്ടായത്. അവസാനം 5 മിനിറ്റ് വീതം 2 പേരുടെയും സമാപനവും. ഇങ്ങനെ വളരെ ഭംഗിയായി തന്നെ ആ സംവാദം നടന്നു. അൽഹംദുലില്ലാ, ആരുടെ മുഖ്യത്ത് മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ആരുടെയും കഴിവല്ല, റഹ്മാനായ റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായം ആ രംഗത്ത് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു വിരോധാഭാസം തങ്ങൾ വിജയിച്ചുവെന്നും ഫൈസൽ മുസ്ലിയാർ മുട്ടുമടക്കിയെന്നുമാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ആ CD ഇറങ്ങിയാൽ പിന്നൊരിക്കലും ആ രൂപത്തിൽ സംസാരിക്കാനോ പ്രചരിപ്പിക്കാനോ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ഈ ഉള്ള 3-4 ദിവസങ്ങൾ പരമാവധി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായെങ്കിൽ എന്ന നിലക്ക് ഇത്തരം ഒരു പ്രചരണം അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതായത് ജിന്നിനോടുള്ള ഏത് തരം സഹായം ആവശ്യപ്പെടുന്നതും ഷിർക്കാണ് എന്ന അദ്ദേഹത്തിന്റെ വാദവും, അതല്ല ഷിർക്കായതും ഷിർക്കിലേക്ക് വസീലയായതുമുണ്ട് എന്ന വാദവുമാണ് അവിടെ പരസ്പരം മാറ്റുരച്ചത്. അതിന്റെ ആദ്യ സെഷനിൽ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരികയും അതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യമായ ഒരു വിഷയം മുസ്ലിം ജിന്നും കാഫിർ ജിന്നും തമ്മിലുള്ള വ്യത്യാസം ഈ വിഷയത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ചർച്ചകൾ വന്നപ്പോൾ ഷിർക്ക് തൗഹീദ് വേർതിരിക്കുന്നിടത്ത് മുസ്ലിം ജിന്ന് കാഫിർ ജിന്ന് എന്ന വ്യത്യാസമില്ല എന്നും മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാകുന്നത് കാഫിർ ജിന്നോടും ഷിർക്ക് തന്നെ, കാഫിർ ജിന്നോട് ചോദിക്കുന്ന ഷിർക്കായാൽ അത് മുസ്ലിം ജിന്നോട് ചോദിച്ചാലും ഷിർക്ക് തന്നെ, ഷിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് മുസ്ലിം എന്നോ കാഫിർ എന്നോ അതേപോലെ വിജനപ്രദേശമെന്നോ ജനപ്രദേശമെന്നോ പുഴയെന്നോ കടലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ ഗണ്ണിക്കാൻ എന്നോണം സൗദി അറേബ്യയിലെ ബഹുമാന്യനായ പണ്ഡിതൻ ആലു ഷെയ്ഖിന്റെ ഒരു ഫത്വയുടെ ഒരു കഷ്ണം അദ്ദേഹം വായിച്ചു. യഥാർത്ഥത്തിൽ ആ വായനയോടുകൂടി സംവാദത്തിന് റൂട്ട് തന്നെ മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹം ആലു ഷെയ്ഖ് പറഞ്ഞ ഫത്വ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചതിൽ തന്നെ അദ്ദേഹം അറിയാതെ വായിച്ചു പോയി ആലു ഷെയ്ഖിന്റെ ഫത്വയിലെ ഒരു ഭാഗം, അഥവാ മിൻഹ മാഹുവ ഷിർക്കുൻ വമിൻഹ മാഹുവ വസിയത്തുൻ ഇല ഷിർക്കി, ഷിർക്ക് ആയതുമുണ്ട് ഷിർക്കിലേക്ക് വസീലയായതുമുണ്ട് എന്ന് ആ ഫത്വയിൽ അദ്ദേഹം തന്നെ അറിയാതങ്ങ് വായിച്ചു പോയി. അതോടുകൂടി യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ റൂട്ട് തന്നെ മാറുകയും ഞാൻ വളരെ മാന്യമായി തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഫത്വ താങ്കൾ രാവിലെ വായിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചർച്ചയൊന്നും ആവശ്യം വരില്ലായിരുന്നു. കാരണം എന്റെ വാദമാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. നിങ്ങൾ കൊണ്ടുവന്ന ഫത്വയിൽ നിങ്ങൾ വായിച്ച ഭാഗം അത് ഞാൻ ഇത്രയും സമയം എന്താണോ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് താങ്കളുടെ വായിൽ നിന്നാണല്ലോ ഇപ്പോൾ തെളിഞ്ഞു കിട്ടിയത്, അൽഹംദുലില്ലാ എന്ന് 3 പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു പറയുകയും ഇനി സംവാദം തന്നെ വേണമെന്നില്ല, ഇപ്പോൾ
ഇതുവരെ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വരെ വേണമെങ്കിൽ പിൻവലിക്കാം. ഈ ഫത്വ നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ വായിച്ച ഈ ഫത്വ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ എങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പറഞ്ഞപ്പോൾ വളരെ എളിഭ്യനായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഫത്വ അംഗീകരിക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ അതോടുകൂടി സദസ്സും എല്ലാവരും അങ്ങേയറ്റം അമ്പരെന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് താങ്കൾ വായിച്ചത്? താങ്കൾ തന്നെ അംഗീകരിക്കാത്തൊരു ഫത്വ താങ്കൾ വായിച്ചു എന്നാണോ? സാധാരണ ഖുറാഫികൾ പോലും ചെയ്യാറില്ലല്ലോ ഈ രൂപത്തിൽ. അവർ ഫത്വയുമായി വരിക, അവസാനം അതേ ഫത്വയിൽ നിന്ന് തന്നെ തൊട്ടുമീരയില നിങ്ങൾ വായിച്ച വാചകം തന്നെ നിങ്ങൾക്കെതിരായി വന്നല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് അവിവേകമായി പോയി. ഇത് യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സലീം ചാലിയാത്തി എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ തണ്ണീർക്കടവി എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ഫത്വ വായിച്ചതുപോലെ ആയല്ലോ എന്ന് പോലും ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു. അടുത്ത സെഷനിൽ അദ്ദേഹം ആലു ഷെയ്ഖിനെ വല്ലാതെ മോശമായി അവതരിപ്പിക്കുകയും ആലു ഷെയ്ഖ് ഒരു മുസ്ലിയാരാണ് എന്ന് വരെ പറയുകയും എന്നെ വ്യക്തിപരമായി അങ്ങേയറ്റം ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നെയുള്ള 10 മിനിറ്റ് അദ്ദേഹത്തിന്റെ സംസാരമുണ്ടായത്. യഥാർത്ഥത്തിൽ അതോടുകൂടി എല്ലാവർക്കും അദ്ദേഹത്തിനോടുള്ള എല്ലാ മതിപ്പുകളും നഷ്ടമാകുകയും ആ സ്വരം മാറിയത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകുകയും അങ്ങനെ ഞാൻ അടുത്ത സമയത്തും വളരെ മാന്യമായി തന്നെ ഞാൻ സംസാരിച്ചു. ഒരിക്കലും നിങ്ങൾ ആ ശൈലി ശരിയായില്ല. എന്തൊക്കെയാണെങ്കിലും ആലു ഷെയ്ഖ് എന്നുള്ളത് ഒരു ബഹുമാന്യനായ പണ്ഡിതനാണല്ലോ, തെറ്റുകൾ ഉണ്ടാവാം ഇല്ല എന്നല്ല. പക്ഷെ ലോക സലഫികൾ ഒരു ആലിമായി കാണുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഈ രൂപത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി എന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മദീനയിലെ ഏതാനും ചില വിദ്യാർത്ഥികൾ എഴുതി തയ്യാറാക്കി അവർ നെറ്റിലിട്ട് സാധനം ഞാൻ കോപ്പിയെടുത്തതാണ്, അതിൽ നിന്നാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് തന്റെ ദയനീയത അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇതിന് മദീനയിലെ കുട്ടികൾ ഉണ്ടാക്കിയതല്ല. ഇത് ബഹുമാന്യനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബിന് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ആലു ഷെയ്ഖ് എഴുതിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥം അത്തംഹീദ് എന്ന കിതാബ്, ആ കിതാബിൽ വന്ന പരാമർശമാണ്. അതുകൊണ്ട് ഈ വക സംഭവത്തിനൊക്കെ വരുമ്പോ നിങ്ങൾ ആ കിതാബ് കണ്ട് വായിച്ച് പഠിച്ചിട്ടല്ലേ വരേണ്ടത്. ആരെങ്കിലും നെറ്റിലിട്ടാൽ അതുമായി വന്നിട്ട് ഞാൻ അതിൽ പോയി പെട്ടുപോയതാണ് എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, ഫൈസൽ മുസ്ലിയാർ വളരെ പക്വതയുള്ള മനുഷ്യനാണ്, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്, എന്നേക്കാൾ പ്രായം കൂടുതലുണ്ട്, എനിക്ക് 31 വയസ്സേ ഉള്ളൂ, ജീവിതത്തിലെ ആദ്യത്തെ സംവാദമാണ്, അതുകൊണ്ട് സ്വാഭാവികമായും സംവാദത്തിലാവുമ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ വരും, നിങ്ങൾ തിരുത്തിത്തരികയാണെങ്കിൽ ഞാനത് തിരുത്താം എന്ന് വരെ പറഞ്ഞ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ആ സാലിസ് വളരപ്പെടും. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് വിശദമായി CD-യിൽ കിട്ടും. അങ്ങനെ അദ്ദേഹം മര്യാദക്ക് വന്നപ്പോ അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ സാലിസിനെ ആക്ഷേപിക്കുന്നില്ല, കാരണം ശവത്തെ കുത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആക്ഷേപിക്കുന്നില്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ തിരുത്താമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുകയും എന്നാൽ ശേഷം അടുത്ത സെഷനിൽ വീണ്ടും അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു കാഫിർ ജിന്നും മുസ്ലിം ജിന്നും വ്യത്യാസമില്ല, എന്നാൽ ആലു ഷെയ്ഖിന്റെ ഫത്വയിൽ കാഫിർ ജിന്നോടാണെങ്കിൽ എല്ലാം ഷിർക്ക്, മുസ്ലിം ജിന്നാണെങ്കിൽ ഷിർക്കായതും വസീലയായതും ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വഴിയിലേക്ക് റൂട്ട് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും വൈരുദ്ധ്യമില്ല, നിങ്ങൾ ആ കിതാബ് ആ അധ്യായം പൂർണ്ണമായി വായിക്കുകയും ആലു ഷെയ്ഖ് ഏത് വിഷയത്തിലാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എന്തുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുകയും ചെയ്താൽ അത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് പറയുകയും അങ്ങനെ സദസ്സിൽ നിന്നുള്ള ചോദ്യത്തിന്റെ സമയത്ത് ചോദ്യകർത്താവ് നിശ്ചല പ്രവർത്തകൻ കൂടിയായ പ്രിംറോസ് ആണ് ആദ്യമായി ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ചോദിച്ചു, സാലിസ് വാടനപ്പള്ളി ഫത്വ വായിക്കുകയും അതിൽ മുസ്ലിം ജിന്നും കാഫിർ ജിന്നും വ്യത്യാസമുള്ളതായി ആലു ഷെയ്ഖ് പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അത് വൈരുദ്ധ്യമല്ലേ എന്ന ചോദ്യത്തിന് വൈരുദ്ധ്യമില്ല എന്നും മുഴുവനായും വായിച്ചാൽ ബോധ്യമാകുമെന്നും ഫൈസൽ മുസ്ലിയാർ പറഞ്ഞുവല്ലോ, എങ്കിൽ എന്താണ് അതിന് മുഴുവൻ ഭാഗത്തുള്ളത്, എങ്ങനെയാണ് ആ വൈരുദ്ധ്യമില്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാവുക എന്ന ചോദ്യം വന്നപ്പോൾ കിട്ടിയ 15 മിനിറ്റ് കൊണ്ട് ആലു ഷെയ്ഖ് പറഞ്ഞ സന്ദർഭം എന്താണ് എന്നും റുഖിയ ഷിർക്കയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഷിർക്കായ റുഖിയയിൽ ഷൈത്താനിനെയാണ് കാഫിർ ജിന്നിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതുകൊണ്ട് ആ രംഗത്ത് എല്ലാം ഷിർക്ക് തന്നെ, അവിടെ വസീലയായ ഒന്നുമില്ല, അല്ലാത്ത സമയത്തുള്ള മുസ്ലിം ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവിടെ ഷിർക്കും വസീലയും വിശദീകരിച്ചത് എന്ന് വിശദമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ അതിനെ ഗണ്ണിക്കാനുള്ള 10 മിനിറ്റ് സമയത്ത് സാലിസ് വാടനപ്പള്ളി ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ആലു ഷെയ്ഖ് പറഞ്ഞത് റുഖിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അത് എനിക്കും അറിയാം, അത് ഇവര് പുഴക്കരയിലേക്കും വിജനപ്രദേശം കൊണ്ടുപോയതാണ് പ്രശ്നം, അതുകൊണ്ട് ആലു ഷെയ്ഖ് പറഞ്ഞത് ശരിയാണ്, അത് ഞാനും അംഗീകരിക്കുന്നു, അത് എനിക്കും യോജിപ്പില്ല എന്ന് സാലിസ് കളം മാറ്റി ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഞാനത് അംഗീകരിക്കുന്നുവെന്ന് സാലിസ് പറഞ്ഞു കഴിയേണ്ട താമസം ചോദ്യകർത്താവായ പ്രിംറോസ് ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ
താങ്കൾ പറഞ്ഞുവല്ലോ ആലു ഷെയ്ഖിന്റെ ഫത്വ അംഗീകരിക്കുന്നില്ല എന്ന്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആ ഫത്വ റുഖിയയുമായി ബന്ധപ്പെട്ടതാണ്, അത് ഞാനും അംഗീകരിക്കുന്നുവെന്ന്. എങ്കിൽ പിന്നെ ആദ്യം എന്തിനാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ ആലു ഷെയ്ഖിനെ മുസ്ലിയാർ എന്ന് പറഞ്ഞത് എന്ന് വരെ ചോദ്യകർത്താവ് ചോദിക്കുകയും അതിന് അങ്ങേയറ്റം ഇളിഭ്യനായ രൂപത്തിൽ നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വളരെ മോശമായ ശൈലിയിൽ എന്നെക്കുറിച്ച് പഴയ ഖുറാഫിയാണ് എന്നും മുസ്ലിയാരാണ് എന്നും ആ സ്വഭാവം മാറ്റിയിട്ടില്ല എന്നും പുത്തൻവാദിയാണ് എന്നും ഒക്കെയുള്ള വ്യക്തിപരമായ അങ്ങേ അറ്റത്തെ പരിഹാസങ്ങൾ അദ്ദേഹം അഴിച്ചുവിടുകയും സദസ്സ് മൊത്തം അതിൽ വല്ലാതെ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞു സാലിഷ് അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും അദ്ദേഹം എൻ്റെ ഒരു അനിയനാണ് എന്ന് മനസ്സിലാക്കി ഞാനതെല്ലാം മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് മാന്യമായി തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അവസാനം ഒരു 5 മിനിറ്റ് വീതമുള്ള സമാപനത്തിലും ആ സമാപന പ്രസംഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യവും നാം ഇതുവരെ പറഞ്ഞ വിഷയങ്ങളും അതെല്ലാം വളരെ ആറ്റിക്കുറുക്കി ഞാൻ അവതരിപ്പിച്ചുവെങ്കിലും അവസാന ചാൻസ്, ഏറ്റവും അവസാനത്തെ 5 മിനിറ്റ് അദ്ദേഹത്തിനാണ് കിട്ടിയത്. ആ 5 മിനിറ്റിൽ അദ്ദേഹം വളരെ വൈകാരികമായി വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ ഉറക്കെ ഒച്ചയും ബഹളുമായിക്കൊണ്ട് സാധാരണ ഖുറാഫികൾ ചെയ്യുന്നതിനേക്കാളും മോശമായ രൂപത്തിൽ അദ്ദേഹം ആ നിലക്ക് 5 മിനിറ്റ് ഉപയോഗപ്പെടുത്തി അവസാനം 5 മിനിറ്റ് തികയാതെ നിർത്തിപ്പോകുന്ന ശൈലിയാണ് നമ്മൾ അദ്ദേഹത്തിൽ കണ്ടത്. സമസ്ത ശൈലി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും അപ്പുറമുള്ള മോശമായ ശൈലിയിൽ അദ്ദേഹം അത് വിനിയോഗിക്കുകയും അങ്ങനെ ആ സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനറിയാം ഈ CD പുറത്തേക്കെത്തിയാൽ അതോടുകൂടി എന്തായിരുന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് സംവാദം കഴിഞ്ഞ ഉടനെ അദ്ദേഹം നേരെ പോയത് കോട്ടക്കലിലേക്കാണ്. അത് പിന്നീടാണ് എനിക്ക് വിവരം കിട്ടിയത്. ഹിദായയുടെ ഓഫീസിൽ ചെല്ലുകയും അങ്ങനെ ഹിദായയുടെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു വ്യാജമായ ഒരു മെസ്സേജ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത്. എന്നിട്ടും യഥാർത്ഥത്തിൽ നാം ആ രൂപത്തിൽ പ്രതികരിക്കാതിരുന്നത് CD ഇറങ്ങട്ടെ, ആളുകൾ കാണട്ടെ, അവർ തീരുമാനിക്കട്ടെ എന്ന് കണക്കാക്കി തന്നെയാണ്. മാത്രമല്ല എറണാകുളം നിച്ചാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അവർ തന്നെയാണ് സാധനം പുറത്തിറക്കുന്നത്. പ്രത്യേകമായി തയ്യാറാക്കിയ വ്യവസ്ഥയിൽ അതിന്റെ മാസ്റ്റർ പീസ് നൽകുമെന്നും ആ CD അതേ രൂപത്തിൽ തന്നെ പ്രത്യേകിച്ച് ആമുഖമോ കാര്യങ്ങളോ ഒന്നും കൂട്ടിച്ചേർക്കാതെ എന്താണോ റെക്കോർഡ് ചെയ്തത് അത് അങ്ങനെ തന്നെ അവർ ഇറക്കുമെന്നുമാണ് ഞങ്ങൾ തമ്മിലുള്ള കരാറ്. അവർ ഇന്നലെയും ബന്ധപ്പെട്ടിരുന്നു. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച CD ഇറങ്ങും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്കിത് കാത്തിരുന്ന് എന്താണുള്ളത് എന്ന് കൃത്യമായി കാണുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 ക്ലിപ്പെങ്കിലും നമുക്കതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് കിട്ടാനുണ്ട്. 100% അങ്ങേയറ്റം റാഹത്തോടു കൂടി തന്നെയാണ് ആ സംവാദം അവസാനിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 9:30 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 5:15 മണി വരെ നീണ്ടു നിന്ന ആ സംവാദം അൽഹംദുലില്ലാഹ് നമുക്ക് രംഗത്ത് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. മാത്രവുമല്ല അതിനേക്കാളേറെ മറ്റൊന്നുള്ളത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇപ്പോൾ ഫിത്നയുമായി നടക്കുന്ന മടവൂരി ചാരനായി കയറി വന്ന അബ്ദുന്നാസർ സുല്ലമി, അദ്ദേഹവുമായും ഒരു സംവാദത്തിലുള്ള വ്യവസ്ഥ ഇന്നലെ നമ്മൾ എഴുതിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മാർച്ച് 11 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ നാട്ടിലെ സമയം രാവിലെ 10 മണി മുതൽ ഇൻഷാ അല്ലാഹ് കോട്ടക്കൽ കോഴിച്ചലയിൽ വെച്ച് ആ സംവാദവും ഇൻഷാ അല്ലാഹ് നടക്കും. നാസർ സുല്ലമിയും ഞാനും മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കുക. വിഷയം ഇത് തന്നെയാണ്. അഥവാ ജിന്നുകളോടുള്ള ഏതുതരം സഹായ ആവശ്യപ്പെടലും ഷിർക്കാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും എന്നാൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായതും ഉണ്ട് എന്ന് എന്റെ വാദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് മാർച്ച് 11 അതിറങ്ങും. അത് ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ട്, ബൈലക്സിൽ ലൈവായി കൊടുക്കാമെന്ന് പ്രത്യേകം വ്യവസ്ഥയിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ലൈവായി കേൾക്കാനും കഴിയും. ഏതായിരുന്നാലും ദഅ്വാ രംഗത്ത് നമുക്ക് മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് എവിടെങ്കിലും വല്ല അപാകതയും ഉണ്ടെങ്കിൽ ഏത് നിമിഷവും അത് തിരുത്താനും നമ്മൾ ഒരുക്കമാണ്. നമുക്ക് ഹക്കിനോട് മാത്രമേ പ്രതിപത്തിയുള്ളൂ, അതിനപ്പുറം യാതൊരു പ്രതിപത്തിയും നമുക്കില്ല എന്നത് കൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഈ പന്നിപ്പാറ സംവാദത്തിൽ സാലിഷ് വാടനപ്പള്ളി തുടങ്ങിയെടുത്ത് തന്നെ KJUവിന്റെ തീരുമാനം അംഗീകരിക്കാതെ പോകുന്ന കുറച്ചാളുകളും KJUവിന്റെ തീരുമാനം അംഗീകരിക്കുന്ന കുറച്ചാളുകളും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി തന്നെ അവിടെ തന്നെ നാം അദ്ദേഹത്തെ പിടികൂടുകയും KJU തീരുമാനം എന്ന് പറഞ്ഞുകൂടാ എന്നും KJUവിന് അങ്ങനെ തീരുമാനമില്ല എന്നും KJUവിന്റെ പേരിൽ ചില ആളുകൾ വ്യാജമായി ഉണ്ടാക്കിയ തീരുമാനങ്ങൾ മാത്രമാണ് അത് KJUവിന്റെ ലെറ്റർപേഡിൽ അച്ചടിച്ചു വന്നുവെന്നല്ലാതെ അതിനപ്പുറം അതൊരു KJU തീരുമാനമല്ല എന്ന് കൂടി കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരെ അതിൽ നടന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങളിൽ നല്ലൊരു സംരംഭമായി നമുക്ക് ഇതിനെയും കാണാം. അല്ലാഹു തആല ഇനിയും ആ രംഗത്ത് നമുക്ക് സംസാരിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്.
പലർക്കും സംസാരിക്കണമെന്നുണ്ടാകും, ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടാകും. പക്ഷേ നാട്ടിൽ സമയം 5 മണിയായി, ഒരു യാത്രക്കിടയിലാണ്, മറ്റൊരു വീട്ടിലാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല, പ്രയാസമുണ്ട്. ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ഇരിക്കാം. അത്യാവശ്യമുള്ള അബൂ ഇഹ്സാനോ അതല്ലെങ്കിൽ തോട്ടശ്ശേരിയോ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഇനി ഇതിലെ എല്ലാ വിശദീകരണവും വിട്ടുപോയത് അത്യാവശ്യമുള്ളതുണ്ടെങ്കിൽ, അങ്ങനെ നെറ്റിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള വല്ലതും ഉണ്ടെങ്കിൽ, ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല, അവിടെ പ്രചാരം എന്താ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. CD ഇറങ്ങുന്നത് വരെ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.